ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി 207 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കാണാൻ സാധിച്ചത്. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് പ്രധാനമായിട്ടുള്ള കാരണം. 23,842 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ബാങ്ക് ഇന്ന് 307 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 55,605 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ് 330 പോയിൻറ്റ്സ് കുറഞ്ഞ് 57,513 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ് 78 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 16,762 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ വിക്സ് എന്ന് 20.50 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 702 പോയിൻറ്റ്സ് കുറഞ്ഞ് 76,847 ക്ലോസ് ചെയ്തു. ഇന്നത്തെ DII FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DII 2,432 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എഫ്ഐയുടെ ഭാഗത്തു നിന്ന് സെല്ലിംഗ് ആണ് ഉണ്ടായത്. 1,983 കോടിയുടെ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇന്ന് FI. കഴിഞ്ഞ വെള്ളിയാഴ്ച എന്നാൽ എഫ്ഐയുടെ ഭാഗത്തു നിന്ന് നെറ്റ് ബയേഴ്സ് ആയിരുന്നു. 672 കോടിയുടെ നെറ്റ് ബൈ ആയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച എഫ്ഐയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇന്ന് സെക്ടർ വൈസ് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി എനർജി മാത്രമേ സ്ക്രീനിൽ കാണുന്ന ഗ്രീനിൽ ക്ലോസ് ചെയ്യുള്ളൂ. ബാക്കി എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഓട്ടോ എന്ന് 26,084 ക്ലോസ് ചെയ്തപ്പോൾ 556 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 20 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 20 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ആണ് കാണാൻ സാധിച്ചത്. 37,195 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 166 പോയിൻറ്റ്സ് കുറഞ്ഞ് 26,047 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 623 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 47,570 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 39 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 14,154 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഇൻഫ്ര 72 പോയിൻറ്റ്സ് കുറഞ്ഞ് 9,044 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി IT 360 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 30,669 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 4 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 1360 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 27 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 12,329 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 157 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 11,035 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 64 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 22,100 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 64 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 8713 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി റിയാലിറ്റി 2 പോയിൻറ്റ്സിൻ്റെ കുറവാണ് കാണാൻ സാധിച്ചത്. 757 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50 ലാസ്റ്റ് ഈ വർഷത്തെ മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ 1 ജനുവരി 2026 26,129 നിഫ്റ്റി ഇന്ന് 23,842 നിൽക്കുമ്പോൾ 8.75% ലോസാണ് ഈ വർഷം നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിന് മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 30 ഏപ്രിൽ 2025 24,334 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 23,842 നിൽക്കുമ്പോൾ 2.02% ലോസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കഴിഞ്ഞ 12 മാസത്തെ ഡീറ്റെയിൽസ് ആണ് കാണിച്ചിരിക്കുന്നത്. അടുത്ത കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,140 കമ്പനികൾ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,844 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ HDFC ലൈഫ് 2.47% റാലി നടത്തി. ICICI ബാങ്ക് 2.21% റാലി നടത്തി. അദാനി എൻ്റർപ്രൈസസ് 2.02%, NTPC 1.60%, TMPV 0.85%, ONGC 0.37%, Dr. Reddy 0.30%, Coal India 0.23%, Axis Bank 0.21% and Apollo Hospital 0.07% റാലിയാണ് കാണാൻ സാധിച്ചത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഏഷ്യ മോട്ടോഴ്സ് 5.04% ഫോളോ കണ്ടു. മാരുതി സുസുക്കി 4.62% ഫോളോ നടത്തി. ഇന്റർഗ്ലോബ് ഏവിയേഷൻ 2.79%, ബജാജ് ഫിനാൻസ് 2.77%, റിലയൻസ് 2.60%, ശ്രീറാം ഫിനാൻസ് 2.28%, ജിയോ ഫിനാൻസ് 2.27%, TCS 2.05%, HDFC ബാങ്ക് 1.93% ആൻഡ് നെസ്ലെ ഇന്ത്യ 1.86% ഫോളാണ് കാണാൻ സാധിച്ചത്. ഇതൊരു ബയോ സെല്ലർ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ ഇന്ത്യയിൽ നിന്ന് WPI ഇൻഫ്ലേഷൻ ഡേറ്റ 14 ഏപ്രിലിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ USA നിന്ന് PPI ഡേറ്റ 14 ഏപ്രിൽ 2026 നാളെ വരുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ട് ന്യൂസ് അപ്ഡേറ്റ്സ്.
അടുത്ത ന്യൂസ് അഡ്വൈറ്റ്സുമായി നമുക്ക് വെനസ്ഡേ കാണാം. നാളെ ഇന്ത്യൻ മാർക്കറ്റ് ഹോളിഡേ ആണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.